ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് മിസ്റ്റർ ഫോറക്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് SMC ലേണിംഗ് സീരീസിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ദ കൺസെപ്റ്റ് ഓഫ് ലിക്വിഡിറ്റി. അതായത് എന്താണ് ലിക്വിഡിറ്റി എന്നല്ല, എന്താണ് ലിക്വിഡിറ്റി എന്നുള്ള കാര്യം, അതുപോലെ തന്നെ ബൈ സൈഡ് ലിക്വിഡിറ്റി, സെൽ സൈഡ് ലിക്വിഡിറ്റീസ്, അതുപോലെ തന്നെ ലിക്വിഡിറ്റി ഗ്രാബ്സ്, ഇതൊക്കെ നമ്മൾ ഓരോ ക്ലാസ്സിലായിട്ട് SMC ലേണിംഗ് സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അത് കാണാത്തവരാണെങ്കിൽ SMC ലേണിംഗ് സീരീസിൻ്റെ പ്ലേലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ലിക്വിഡിറ്റി, ഏറ്റവും ബേസായിട്ട്, പിന്നെ ലിക്വിഡിറ്റി സോൺസ്, ലിക്വിഡിറ്റി എന്താണെന്ന് മാത്രമല്ല ലിക്വിഡിറ്റി സോൺസ് എന്താണെന്ന് അറിയണം. അതുപോലെ തന്നെ വിച്ച് മൂവ്സ് ആർ ദ ലിക്വിഡിറ്റി ഗ്രാബ്, അതുപോലെ തന്നെ റൂൾ ബേസ്ഡ് ലിക്വിഡിറ്റി ട്രേഡിംഗ് സ്ട്രാറ്റജി. ഇന്നത്തെ ക്ലാസ്സിൻ്റെ നമ്മളെ മെയിൻ എയിം എന്താണെന്ന് വെച്ചാൽ റൂൾ ബേസ്ഡ് ലിക്വിഡിറ്റി ട്രേഡിംഗ് സ്ട്രാറ്റജി, അതുപോലെ തന്നെ ലിക്വിഡിറ്റി ട്രേഡിംഗ് സ്ട്രാറ്റജി എങ്ങനെ നമുക്ക് ചാർട്ടിൽ യൂസ് ചെയ്തുകൊണ്ട് എൻട്രി പുഷ് ചെയ്യാം. ഓക്കെ, അതായത് എവിടെ മാർക്കറ്റ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുന്നു, ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുന്ന ഏരിയകളിലെ ആ ഒരു പ്രത്യേകത എന്താണ്, മാർക്കറ്റ് എവിടം വരെ മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, നമുക്ക് എവിടം വരെ സേഫായിട്ട് എൻട്രി എടുത്ത് സേഫായിട്ട് എവിടെ നമുക്ക് എക്സിറ്റ് ആവാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ എന്താണ് ലിക്വിഡിറ്റി, ബേസിൽ നിന്ന് നമുക്ക് മൂവ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പം തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ട്രേഡിംഗ് സ്ട്രാറ്റജി ഇന്ന് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, അപ്പം വാട്ട് ഈസ് ലിക്വിഡിറ്റി? ലിക്വിഡിറ്റി ബേസിക്കലി മീൻസ് മണി. എവറി ട്രേഡ് ഈസ് ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, സോ മോർ മണി ഇൻ ദ മാർക്കറ്റ് മേക്ക് ഇറ്റ് ഈസിയർ ടു ട്രേഡ് ഫോർ ബിഗ് പ്ലെയേഴ്സ്. അതായത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ഈക്വൽ ഹൈക്ക് മുകളിലാട്ടോ അല്ലെങ്കിൽ ഈക്വൽ ലോയ്ക്ക് താഴെയായിട്ടോ, അല്ലെങ്കിൽ സ്വിംഗ് ഹൈക്ക് മുകളിലാട്ടോ സ്വിംഗ് ലോയ്ക്ക് താഴെയായിട്ടോ, അല്ലെങ്കിൽ ഡേ ഹൈക്ക് മുകളിലോ ഡേ ലോയ്ക്ക് താഴെയോ, അങ്ങനെ പല രീതികളിൽ മാർക്കറ്റിൽ എന്തുണ്ട്, ലിക്വിഡിറ്റീസ് അല്ലെങ്കിൽ പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ട്. അപ്പോൾ ആരാണ് ഈ പെൻഡിങ് ഓർഡേഴ്സ് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം ആരാണ്, സ്മാർട്ട് മണി അഥവാ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഈ ഒരു പെൻഡിങ് ഓർഡേഴ്സ് യൂസ് ചെയ്യുന്നത്. ആ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ആ ലിക്വിഡിറ്റി ഏരിയയിൽ അങ്ങനെ സ്മാർട്ട് മണി വരുമ്പോൾ, അതായത് സ്മാർട്ട് മണി പമ്പ് ചെയ്യുമ്പോൾ റീറ്റെയിൽ ട്രേഡേഴ്സ് ട്രാപ്പിലാവാറുണ്ട്, റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസുകൾ അടിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് ഒരു നല്ല എൻട്രി നമുക്ക് എടുക്കാമെന്നുള്ള കാര്യം, അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെ വാച്ച് ചെയ്യാമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് ലിക്വിഡിറ്റി എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അപ്പം ഇവിടെ ഞാൻ കാണിച്ചേക്കുന്ന ഈ ഒരു ചാർട്ടിൽ ഒരു മനസ്സിലാവാൻ വേണ്ടിയുള്ള ജസ്റ്റ് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മാർക്കറ്റ് ഈ ഒരു മൂവ്മെൻറ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മാർക്കറ്റ് ഈ ഒരു മൂവ്മെൻറ്റിൽ നിൽക്കുമ്പോൾ ഈ ഒരു ഹൈക്ക് മുകളിലായിട്ട് പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, മാർക്കറ്റ് താഴോട്ട് പുഷാവും നമുക്കറിയാം. അല്ലെങ്കിൽ ഇവിടെ പെൻഡിങ് ഓർഡേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, മാർക്കറ്റ് ഒരു റോക്കറ്റ് മൂവ് അല്ലെങ്കിൽ റോക്കറ്റ് പോലെ മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യും. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെയർ ആർ ദ ലിക്വിഡിറ്റി സോൺസ്? ലിക്വിഡിറ്റി എന്താണെന്ന് അറിഞ്ഞാൽ പോരാ, ലിക്വിഡിറ്റി സോൺസ് എവിടെയാണ് എന്നുള്ള കാര്യം നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് വൺ, ലിക്വിഡിറ്റി ഈസ് വെയർ റീറ്റെയിൽ ട്രേഡേഴ്സ് ഗെറ്റ് ഇൻവോൾവ്സ് ഇൻ ദ മാർക്കറ്റ്. അതായത് റീറ്റെയിൽ ട്രേഡേഴ്സ് മാർക്കറ്റിൽ ഇൻവോൾവ് ആവുന്ന ഒരു ഏരിയകൾ, ആ ഏരിയയിലാണ് എന്തുള്ളത്, കൂടുതൽ ലിക്വിഡിറ്റി അല്ലെങ്കിൽ പെൻഡിങ് ഓർഡേഴ്സ് കൂടുതലുള്ളത്. എന്തുകൊണ്ട്? റീറ്റെയിൽ ട്രേഡേഴ്സ് കൂടുതൽ മാർക്കറ്റിലോട്ട് എൻട്രി ആവുമ്പോഴാണ് അവിടെ ഏറ്റവും കൂടുതൽ സ്റ്റോപ്പ് ലോസുകൾ ഉണ്ടാകുന്നത്. അങ്ങനെ സ്റ്റോപ്പ് ലോസുകൾ കൂടുതലുണ്ടാകുമ്പോൾ അവിടെ പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ടാകുന്നു. അങ്ങനെ പെൻഡിങ് ഓർഡേഴ്സ് ഉള്ള സ്ഥലത്ത് നിന്ന് എന്ത് വർക്കാവുന്നു, സ്മാർട്ട് മണി വർക്കാവുന്നു. അതാണ് മാർക്കറ്റിൻ്റെ ഒരു ലോജിക്ക്, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കാണാം, ഒരു ഡിമാൻഡ് സോൺ കാണാം, ഒരു ഈക്വൽ ലോയും നമുക്ക് കാണാം. അങ്ങനെ നമ്മളിപ്പം ഡിമാൻഡ് സോൺ ആ ഒരു റേഞ്ചിൽ നമ്മൾ നോക്കി എൻട്രി പുഷ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു റേഞ്ചിലായിട്ട് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ സ്മാൾ ബാങ്ക്സ്, അതുപോലെ തന്നെ റീറ്റെയിൽ ട്രേഡേഴ്സ്, അപ്പം ഇവരെല്ലാവരും എന്ന് പറയുന്നില്ല, റീറ്റെയിൽ ട്രേഡേഴ്സ് മെയിനായിട്ട് എവിടെയാണ് എൻട്രി പുഷ് ചെയ്യുന്നത്, ഈ ഒരു ഡിമാൻഡ് സോണിലോട്ട് മാർക്കറ്റ് ഇറങ്ങുമ്പോൾ ഈ ഒരു റേഞ്ചിൽ നിന്നായിരിക്കും എൻട്രി പുഷ് ചെയ്യാൻ പോകുന്നത്. അപ്പം അങ്ങനെ ഈ ഒരു ഡിമാൻഡ് സോണി മാർക്കറ്റ് വന്ന് ടാപ്പായി എൻട്രി പുഷ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും മേജറായിട്ട് സംഭവിക്കുന്ന കാര്യം, ഇനി അഥവാ മാർക്കറ്റ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുമോ എന്നുള്ള കാര്യം നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ എവിടെ മാർക്കറ്റ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ ഒരു റേഞ്ചിൽ എന്താണ്, ലിക്വിഡിറ്റി സോൺസ് ആണ്. ഓക്കെ, ഈ ഒരു റേഞ്ചിലായിട്ട് എന്താണ്, ലിക്വിഡിറ്റി സോൺസ് ആണ്. അപ്പം നമ്മൾ ഫസ്റ്റ് നോക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് പറയാം ഇതെന്താണ്, ഡിമാൻഡ് സോണാണ്. ഈ ഒരു ഡിമാൻഡ് സോണിൽ മാർക്കറ്റ് വന്ന് ഇറങ്ങുമ്പോൾ എൻട്രി എടുക്കുന്നവരാണെങ്കിൽ എന്താണ്, ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റാവും. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുന്ന മാത്രമല്ല മാർക്കറ്റ് വന്ന് റെസ്പെക്റ്റ് ചെയ്യുന്ന തൊട്ട് താഴത്തൊരു ഓർഡർ ബ്ലോക്കിലായിരിക്കും.
ഓക്കെ, നമ്മളോരോ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുമ്പോഴാണെങ്കിലും നമ്മൾ ചാർട്ടിൽ വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലുള്ള ഓർഡർ ബ്ലോക്സുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതെങ്ങനെ ക്രിയേറ്റ് ആവുന്നു, ഓക്കെ, അതെങ്ങനെ ക്രിയേറ്റ് ആവുന്നു എന്നുള്ള കാര്യം ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഇതുപോലെ മാത്രമല്ല, ഇതുപോലത്തെ ഓർഡർ ബ്ലോക്സ് മാത്രമല്ല, അല്ലാണ്ട് സ്മാർട്ട് മണി വർക്കായിട്ടുള്ള പല രീതിയിലുള്ള ഓർഡർ ബ്ലോക്സ് ഉണ്ട്. അപ്പോൾ അതുപോലുള്ള ഏത് ഓർഡർ ബ്ലോക്സ് ആണെങ്കിലും ഓക്കെ, അതായത് ഈ ഒരു ലോയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്താൽ ഇവിടെ എന്തുണ്ടാവും, ലിക്വിഡിറ്റി ഗ്രാബ് ഉണ്ടാവും, മാർക്കറ്റ് ഇവിടെ നിന്ന് ടാപ്പ് ചെയ്ത് മുകളിലോട്ട് പോകും. അപ്പം ഇവിടെ എന്ത് സംഭവിക്കുന്നു, ഇവിടെ പല റീറ്റെയിൽ ട്രേഡേഴ്സും ട്രാപ്പിലാവുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് ഇവിടെ നിന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റിയിൽ എന്താ സംഭവിക്കുന്നത്, മെയിൻ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനിൽ നെക്സ്റ്റ് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ മുകളിലോട്ട് എൻട്രി എടുക്കും. അങ്ങനെ എൻട്രി എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും മെയിനായിട്ട് സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടുന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്തു, ഓക്കെ, മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് ചെറുതായിട്ടൊക്കെ പമ്പ് ചെയ്യുമായിരിക്കും. ബട്ട് ഇവിടെ മെയിനായിട്ട് സംഭവിക്കുന്ന കാര്യം, ഇവിടെ എന്തായാലും അല്ല, ചില ടൈമുകളിൽ ചിലപ്പോൾ പ്രോഫിറ്റ് ഹിറ്റ് ആവാം. ഓക്കെ, അത് ഒരു ഫോൾസ് എൻട്രി എന്ന് വെച്ചാൽ ഫോൾട്ടാണ് ആ ഒരു എൻട്രി എന്ന് വെച്ചാൽ ഇവിടുന്ന് മാർക്കറ്റ് താഴോട്ടിറങ്ങും. എങ്ങനെ താഴോട്ടിറങ്ങും, അപ്പോൾ നമ്മളത് മുന്നേ കാണേണ്ട കാര്യമാണ്. ഒരു എൻട്രി ഇവിടുന്ന് നിങ്ങൾ ഒരു റീറ്റെയിൽ ട്രേഡർ എന്നുള്ള രീതിയിൽ ഈ ഒരു ട്രെൻഡ് ലൈനിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, ഇവിടെ വല്ല കീ ലെവൽസും ഉണ്ടോ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു. ഓക്കെ, ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു. ദെൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ടാപ്പ് ചെയ്ത് മുകളിലോട്ട് പമ്പ് ചെയ്ത ഒരു ഏരിയ ആണ്. നെക്സ്റ്റ് മാർക്കറ്റ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുവാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ കാണാൻ പറ്റും. ഈ ഒരു ലിക്വിഡിറ്റി കൂടി മാർക്കറ്റ് ഗ്രാബ് ചെയ്തുകൊണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു മേജർ ഡിമാൻഡ് സോണിൽ നിന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്ത് മുകളിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, എന്ത് കാണാൻ പറ്റും, മാർക്കറ്റ് ഇവിടെ എന്ത് ഹിറ്റാക്കി, സ്റ്റോപ്പ് ലോസ് ഹിറ്റാക്കി മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലോട്ട് പോയി. അപ്പം ഇത് ഒരു രീതിയിലുള്ള ട്രാപ്പ് തന്നെയാണ്. അത് നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് എൻട്രിലോട്ട് പുഷ് ചെയ്യുക. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് കാര്യം, വാട്ട് ഈസ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഐഡൻറ്റിഫൈങ് ലിക്വിഡിറ്റി സോൺസ് ഓൺ ദ ചാർട്ട്. എന്തൊക്കെയാണ് ഒരു ലിക്വിഡിറ്റി സോൺസ് മാർക്കറ്റിൽ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സ്. ഫസ്റ്റ് വൺ, എക്സ്റ്റിങ് ലിക്വിഡിറ്റി സോൺസ് ബിഫോർ ആൻ ഓർഡർ ബ്ലോക്ക് മേക്ക് ഇറ്റ് എ പെർഫെക്റ്റ് ട്രേഡിംഗ് എൻട്രി. അതായത് നമ്മളൊരു ലിക്വിഡിറ്റി സോൺസ് അല്ലെങ്കിൽ ഒരു ഈക്വൽ ഹൈ അല്ലെങ്കിൽ ഒരു ഈക്വൽ ലോ നമ്മളിപ്പം വാച്ച് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ അതിന് താഴെയായിട്ട് എന്തെങ്കിലും ഓർഡർ ബ്ലോക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ട്രേഡ് പെർഫെക്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഡിമാൻഡ് സോൺ അല്ലെങ്കിൽ സപ്ലൈ സോൺ. ഓക്കെ, ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നു, ഏകദേശം ഇവിടെ ഞാൻ കാണിച്ചു തന്നതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഒരു ഡിമാൻഡ് സോണാണ്. ഈ ഒരു ഡിമാൻഡ് സോണിന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴെ വന്നുകൊണ്ട് ഇതാണ് പല ട്രേഡേഴ്സും എൻട്രി എടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ട് പിന്നെ പുഷ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോവും. അപ്പം ഇത് നമ്മൾ മുൻകൂട്ടി ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് മാർക്കറ്റ് ഈ ഒരു സ്വിങ്ങിൽ നിന്ന് മാർക്കറ്റ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു, മാർക്കറ്റ് മുകളിലോട്ട് പോയതിന് ശേഷം എന്താണ്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതൊരു പെർഫെക്റ്റ് ഓർഡർ ബ്ലോക്ക് ആണ്, സ്മാർട്ട് മണി വർക്കായിട്ടുണ്ട്. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദെൻ മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ഇവിടുന്ന് ഫ്രണ്ടിലോട്ട് പോയി. ദെൻ ഇവിടെ എന്ത് കാണാൻ പറ്റും, ഇവിടെ ഒരു ലിക്വിഡിറ്റി കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് ഇവിടെ ഗ്രാബ് ചെയ്തിട്ടുണ്ടോ. ഇവിടെ ഞാൻ പറയുവാണെങ്കിൽ ഇവിടെ നമുക്കിവിടെ ഒരു എൻട്രി ഇല്ല, അതായത് നമുക്കൊരു പ്രോപ്പർ സെറ്റപ്പ് ഇല്ല. കൂടാതെ തന്നെ മാർക്കറ്റ് ഒരു കൺഫർമേഷൻസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിവിടെ ഒരു എൻട്രി പുഷ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഏകദേശം ഒരു എൻട്രി നോക്കുന്നത് ഒന്നെങ്കിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്സിലായിരിക്കും. അപ്പോൾ നമ്മൾ പിന്നെ നെക്സ്റ്റ് മാർക്കറ്റിന് വാച്ച് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് മാർക്കറ്റ് ഇവിടെയും ഒരു മാർക്കറ്റ് എന്ത് തന്നു, ഒരു ഈക്വൽ ലോ തന്നു. എന്നാൽ മാർക്കറ്റ് ഈ ഒരു ഈക്വൽ ലോയെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തു, ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തു. മാർക്കറ്റ് എവിടെ റിജക്ഷൻ തന്നു, ഈ ഒരു ഓർഡർ ബ്ലോക്കിലായിട്ട് മാർക്കറ്റ് റിജക്ഷൻ തന്നതിന് ശേഷം നമുക്കൊരു കൺഫർമേഷൻ കിട്ടി, നമുക്ക് മുകളിലോട്ട് എൻട്രി പുഷ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ മാർക്കറ്റിനെ വാച്ച് ചെയ്താൽ അത്രയും ബെറ്റർ ആയിരിക്കും. ലിക്വിഡിറ്റി മാർക്കറ്റ് എങ്ങനെ ഗ്രാബ് ചെയ്യുന്നു, എവിടെ ഗ്രാബ് ചെയ്യുന്നു, കൺഫർമേഷൻസ്, അതുപോലെ തന്നെ ഓർഡർ ബ്ലോക്ക്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ കുറച്ചുകൂടി നിങ്ങളുടെ എൻട്രി അത്രയും പെർഫെക്ഷൻ ആവും. ഇനി നെക്സ്റ്റ് കാര്യം, ഗ്രാബിംഗ് ദ ലിക്വിഡിറ്റി ബിഫോർ റീച്ചിങ് ആൻഡ് ഓർഡർ ബ്ലോക്സ് മേക്ക് ഇറ്റ്സ് എ പെർഫെക്റ്റ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ബട്ട് ഇറ്റ്സ് നോട്ട് എ ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ദ ലിക്വിഡിറ്റി
ടൈപ്സ് ഓൺ ദ ചാർട്ട്. എന്തൊക്കെ ലിക്വിഡിറ്റി ടൈപ്സ് ഉണ്ട്? അതായത് നമ്മൾ ഏറ്റവും പല ലിക്വിഡിറ്റീസും നമ്മൾ ലിക്വിഡിറ്റീസിനെ പറ്റി പറയാറുണ്ട്. ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി, അതുപോലെ തന്നെ പല രീതിയിൽ സ്വിങ് ഹൈ സ്വിങ് ലോ. എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ, ഇപ്പം ഞാനാണെങ്കിലും ഏറ്റവും കൂടുതലാണ് യൂസ് ചെയ്യുന്നത് ഈക്വൽ ഹൈ അല്ലെങ്കിൽ ഈക്വൽ ലോ ലിക്വിഡിറ്റീസാണ്. എന്തുകൊണ്ട് ഈക്വൽ ഹൈ ഈക്വൽ ലോ ലിക്വിഡിറ്റീസ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നു എന്നതിനുള്ളൊരു എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് വൺ, നിങ്ങൾക്ക് ഇവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്തു പോകാം. ഇവിടുന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് ഒരു ഇൻഎഫിഷ്യൻസി മൂവ്മെൻറ്റ് കിട്ടി. ദെൻ മാർക്കറ്റ് താഴോട്ട് വന്നു. ദെൻ മാർക്കറ്റ് മുകളിലോട്ട് കയറി. മാർക്കറ്റ് ഒരു സ്ട്രക്ചർ ബ്രേക്കോ കാര്യങ്ങളോ ഒന്നും തന്നില്ല. ദെൻ എന്ത് തന്നു? ഒരു ഈക്വൽ ലോ തന്നു. അപ്പോൾ നമുക്കറിയാം അവിടെ എന്തുണ്ട്? ലിക്വിഡിറ്റീസ് ഉണ്ട്. ദെൻ മാർക്കറ്റ് മുകളിലോട്ട് കയറി, മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി മാർക്കറ്റ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി. ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തില്ല. ഓക്കെ, അപ്പം ഇവിടെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തേക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫേ വാല്യൂ ഗ്യാപ്സ് ആണ്. അപ്പം നമ്മൾ നേരത്തെ ഒരു ചാർട്ടിൽ നോക്കിയപ്പോൾ അവിടെ മാർക്കറ്റ് ഫേ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല, ബട്ട് ഓർഡർ ബ്ലോക്കിൽ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം നിങ്ങൾക്ക് കറക്റ്റ് ക്ലിയർ ആവണമെങ്കിൽ നമ്മൾ ഇതിന് മുമ്പ് ഓർഡർ ബ്ലോക്ക് വിസസ് FEG എന്നും പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലോട്ട് പോയി. ദെൻ ഇവിടെ നിന്നൊരു ഓപ്പോസിറ്റ് കളർ ക്യാൻഡിൽ കിട്ടി നമുക്ക് 4 hourൽ. അങ്ങനെ നോക്കുമ്പം ആ ഒരു ഓപ്പോസിറ്റ് കളർ ക്യാൻഡിൽ ഇവിടെ ഒരു ഡിമാൻഡ് ഏരിയ ആണ്. കൂടാതെ എന്താണ്, ഇതൊരു കീ ലെവൽ കൂടിയാണ്. നമുക്ക് അവിടെ തന്നെ ഒരു ഡിമാൻഡ് ഏരിയയും കിട്ടി. ദെൻ മാർക്കറ്റ് മുകളിലോട്ട് കയറി, ഇവിടുന്ന് ടാപ്പ് ചെയ്തു, മാർക്കറ്റ് മുകളിലോട്ട് പോയി. ഇത് മാർക്കറ്റിനെ റീഡ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഇവിടെ മാർക്കറ്റ് ഒരു ഈക്വൽ ലോ തന്നെങ്കിൽ നമുക്കിവിടെ കാണാം. ഇവിടെ മാർക്കറ്റ് ഒരു കീ ലെവലായിട്ട് ആക്ട് ചെയ്തു. കാര്യം എന്താണ്, മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ദെൻ ഈ ഒരു ലെവലിൽ തന്നെ വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്തു, മാർക്കറ്റ് മുകളിലോട്ട് പോയി. അപ്പം നമുക്ക് ഈ പ്രൈസ് ആക്ഷൻ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു മേജർ ലെവൽ ഓഫ് സ്ട്രക്ചർ, ഈ ഒരു റേഞ്ചിൽ നമുക്ക് മുകളിലോട്ട് എൻട്രി പുഷ് ചെയ്യാം. അപ്പം ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു ഈക്വൽ ലോ നമുക്ക് കാണാൻ പറ്റും. അതിന് താഴെയായിട്ട് എന്തുണ്ട്, പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ആ ഒരു കൺഫർമേഷൻ കൂടി എടുത്തുകൊണ്ട്, അതായത് മാർക്കറ്റ് ഇങ്ങനെ ചുമ്മാ വന്നിറങ്ങുമ്പോൾ ലിക്വിഡിറ്റി ഗ്രാബായി എന്നും പറഞ്ഞ്, അതായത് മാർക്കറ്റ് മുകളിലോട്ട് പമ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റില്ല. ഒരു മേജർ ലെവൽ ഓഫ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്സ് അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത്രയും എൻട്രിക്ക് പെർഫെക്ഷൻ കിട്ടും. ഓക്കെ, ദെൻ മാർക്കറ്റ് താഴോട്ടിറങ്ങി വന്നു. ദെൻ ഈ ഒരു മേജർ ലെവൽ ഓഫ് സ്ട്രക്ചർ ഈ മാർക്കറ്റ് ടാപ്പ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ലിക്വിഡിറ്റി ഗ്രാബ് ഉണ്ട്. ഓക്കെ, ഒരു നല്ലൊരു പ്രൈസ് ആക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു മേജർ ലെവൽ ഓഫ് സ്ട്രക്ചർ ഉണ്ട്. നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി പുഷ് ചെയ്യാം. മുകളിലോട്ട് ബൈ സൈഡിലോട്ടൊരു എൻട്രി നമുക്ക് പുഷ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. ഈ ഒരു സ്ട്രാറ്റജി അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള എൻട്രികൾ പുഷ് ചെയ്യാൻ പറ്റും. കാണിച്ചു തരാം. ഫസ്റ്റ് വൺ, ഈ ഒരു ലിക്വിഡിറ്റി ട്രേഡിംഗ് സ്ട്രാറ്റജി ഇറ്റ് ഈസ് നോട്ട് ലിമിറ്റഡ് ടു എനി ടൈം ഫ്രെയിം. നിങ്ങൾക്ക് ഏത് ടൈം ഫ്രെയിമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഫോറക്സ്, ക്രിപ്റ്റോ ആൻഡ് സ്റ്റോക്ക് മാർക്കറ്റ്സ്. ഇറ്റ്സ് വെരി സിമ്പിൾ ആൻഡ് റൂൾ ബേസ്ഡ്. അതായത് റൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിമ്പിൾ സ്ട്രാറ്റജിയാണ്. അതുപോലെ തന്നെ ഫോറക്സിൽ, ക്രിപ്റ്റോയിൽ, അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ്സിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഏത് ടൈം ഫ്രെയിമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യാം. അപ്പം ഇവിടെ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ട കാര്യം, ഇഫ് യു ഐഡൻറ്റിഫൈഡ് ദ ട്രെൻഡ് യൂസിങ് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ്, അതായത് EMA യൂസ് ചെയ്യുക. EMA യൂസ് ചെയ്തുകൊണ്ട്, അതായത് ഇപ്പം 15 EMA നിങ്ങൾക്ക് ഇവിടെ ഷാർട്ടിൽ നോക്കുവാണെങ്കിൽ കാണാം, ഒരു 15 EMA യൂസ് ചെയ്യുക. ദെൻ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഈ ഒരു 15 EMA, അതായത് ഇൻഡിക്കേറ്റർ സെക്ഷനിൽ പോയി എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് എടുക്കുമ്പോൾ അവിടുന്ന് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിൻ്റെ എന്ത് മാറ്റണം, ആ ഒരു എമൗണ്ട് മാറ്റി, അതായത് വേറെ ഏതെങ്കിലും ഒരു എമൗണ്ട് ആയിരിക്കും കടക്കുന്നത്, അത് നിങ്ങൾ ജസ്റ്റ് 15 ആക്കുക. 15 ആക്കിയ ശേഷം മാർക്കറ്റിന് വാച്ച് ചെയ്യുക. ദെൻ ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, ഈ ഒരു ലൈനിന് മാർക്കറ്റ് മുകളിൽ നിൽക്കണം അപ്പ് സൈഡ് ആണെങ്കിൽ. ഇനി ഡൗൺ സൈഡ് ആണെങ്കിലും ഈ ഒരു ലൈനിന് താഴെയായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യണം. അതാണ് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. ഫസ്റ്റ് മാർക്കറ്റിൻ്റെ ആ ഒരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ വേണ്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് മുകളിലോട്ട് പോവുക. ഇവിടെ ഒരു ഹയർ ഹൈ മാർക്കറ്റ് തരിക. അപ്പം 1, 2, 3 ഓക്കെ, 2ൽ അധികം ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടണം. അതായത് ഒരു ലോയിൽ നിന്ന് മാർക്കറ്റ് ഒരു ഹയർ ഹൈ തരണം, ഒരു ഹയർ ലോ തരണം, ദെൻ ഒരു ഹയർ ഹൈ തരണം, ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും മസ്റ്റായിട്ട് വേണം. അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ദെൻ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് പാറ്റേൺ നമുക്ക് കിട്ടണം. എന്താണ് ലിക്വിഡിറ്റി സ്വീപ്പ് പാറ്റേൺ? അതായത് ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് പാറ്റേൺ എന്ന് പറയുന്നത് ഒരു ബുള്ളിഷ് സെനാരിയോയിൽ
ബിയറിഷ് സിനാരിയോ ആകുമ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഓക്കെ, ഒരു ലിക്വിഡിറ്റി, അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെ വിക്സ് ബിലോ ദ സപ്പോർട്ട് ആൻഡ് ഗ്രാബ് ലിക്വിഡിറ്റി, അതായത് വിക്ക് കൊണ്ട് മാർക്കറ്റിൻ്റെ സപ്പോർട്ട് ലെവലിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മുകളിലോട്ട് പോവുക. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിലോ ക്ലോസ് ബിലോ ദ സപ്പോർട്ട് ആൻഡ് ഗെറ്റ്സ് ബാക്ക് ഇൻസൈഡ്, അതായത് ഈ ഒരു സപ്പോർട്ടിന് താഴെയായിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യുക, ദെൻ മാർക്കറ്റ് മുകളിലോട്ട് പോകും. ഈ ഒരു കാണുന്ന രീതിയിൽ തന്നെ ഒരു റെഡ് ക്യാൻഡിലിന് ശേഷം ഇതുപോലുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ, അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു റിജക്ഷൻ ക്യാൻഡിൽ, ദെൻ ഒരു ഗ്രീൻ ക്യാൻഡിൽ. അപ്പം ഈ രീതിയിൽ നിങ്ങൾക്കൊരു ലിക്വിഡിറ്റി സ്വീപ്പ് പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് കാര്യം, നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു എൻട്രി കിട്ടി. അതെങ്ങനെ കിട്ടിയത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് മാർക്കറ്റിൻ്റെ ആ ഒരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുക, 15 EMAയിലിട്ട് ഈ ഒരു ലൈനിന് മുകളിലാണോ എന്ന് വാച്ച് ചെയ്യുക. നെക്സ്റ്റ് കാര്യം, മാർക്കറ്റ് അറ്റ്ലീസ്റ്റ് 1 ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, അല്ലെങ്കിൽ ഒരു ഹയർ ഹൈ, ഹയർ ലോ, ഒരു ഹയർ ഹൈ മസ്റ്റ് ആയിട്ട് മാർക്കറ്റ് തരണം. ദെൻ എന്താണ് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് പാറ്റേൺ. നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു ലോയുടെ ഒരു ലിക്വിഡിറ്റി, അതായത് ഈ ഒരു ലോയുടെ ലിക്വിഡിറ്റി മാർക്കറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് പാറ്റേൺ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഇവിടെ നിന്നൊരു എൻട്രി മുകളിലോട്ട് കൺഫർമേഷൻ ഉൾപ്പെടെയായിട്ട് നമുക്ക് മുകളിലോട്ട് എൻട്രി പുഷ് ചെയ്യാം. കൺഫേം പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് കാര്യം, ഓൾവേസ് ലുക്ക് അറ്റ് ഹയർ ടൈം ഫ്രെയിം ടു സീ വെയർ ടു പ്രൈസ് ഈസ് ഹൗ മച്ച് റൂം ഇറ്റ്സ് ഹാഡ് ടു ഗോ ടു റീച്ച് ദ നെക്സ്റ്റ് ലെവൽ ഓഫ് സ്ട്രക്ചർ. അതായത് മാർക്കറ്റ് ഒരു എൻട്രി നമ്മൾ എടുത്തു, ഒരു എൻട്രി നമ്മൾ പുഷ് ചെയ്തു. ഒരു എൻട്രി നമ്മൾ പുഷ് ചെയ്യുമ്പോൾ അവിടുന്ന് എത്രത്തോളം മാർക്കറ്റ് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതായത് ഈ ഒരു ലിക്വിഡിറ്റി ബേസ്ഡ് എൻട്രി ആണെങ്കിൽ, ഞാനിപ്പോൾ പറഞ്ഞ പോലത്തുള്ള ഒരു എൻട്രിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ എവിടം വരെ മാർക്കറ്റ് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. അങ്ങനെ നമുക്ക് കിട്ടുവാണെങ്കിൽ ഏകദേശം ഒരു നെക്സ്റ്റ് ലെവലിൽ മാർക്കറ്റ് എവിടം വരെ മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് വെച്ചാൽ ഏകദേശം ഈ ഒരു ലെവൽ മുതൽ മാർക്കറ്റ് ഈ ഒരു ലെവൽ വരെ നിങ്ങൾക്ക് കാണാം. ഒരു നെക്സ്റ്റ് ലെവലായിട്ട് നമ്മൾ ഈ ഒരു ലെവൽ വെച്ചിട്ടുണ്ട്. ഈ ഒരു ലെവൽ വരെ മാർക്കറ്റ് മൂവ് ചെയ്യും. ഇനി നെക്സ്റ്റ് മാർക്കറ്റ് ഈ ഒരു ലെവലിനെയാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരുന്നതെങ്കിൽ മാർക്കറ്റ് ഏകദേശം ഈ ഒരു ലെവൽ വരെ മാർക്കറ്റ് മൂവ് ചെയ്ത് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ എൻട്രി പുഷ് ചെയ്യാം. ഇനി നമ്മളൊരു ചാർട്ടിലോട്ട് വരുവാണെങ്കിൽ ഈ ഒരു കാര്യം, ഈ ഒരു പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഞാൻ ഇവിടെ ക്ലിയർ ആക്കി തരാം. ഇവിടെ നമ്മൾ ചാർട്ടിലോട്ട് പോവുകയാണെങ്കിൽ ഒരു ഡൗൺ സൈഡ് സിനാരിയോ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ തന്നു പോയ മാർക്കറ്റാണ്. നെക്സ്റ്റ് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ എന്ത് കിട്ടി? ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു റേഞ്ചിൽ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലിക്വിഡിറ്റി സ്വീപ്പ് പാറ്റേൺ നമുക്കിവിടെ കാണാൻ കഴിയും. നെക്സ്റ്റ് കാര്യം, നമ്മൾ ഇവിടെ നിന്നൊരു എൻട്രി പുഷ് ചെയ്യുന്നു. നമ്മൾ എൻട്രി പുഷ് ചെയ്താൽ ഇപ്പോൾ ചിലരൊക്കെ ഉണ്ട് ഈ ഒരു റേഞ്ച് വരെ ടാർഗറ്റ് എടുത്ത് അപ്പോഴേ സ്പോട്ടിൽ മാറും. എന്നാൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്നും സ്ട്രോങ് ആയിട്ട് ഈ ഒരു ക്യാൻഡിൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് താഴോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു റേഞ്ച് വരെ നമ്മളെ ടാർഗറ്റ്, അതായത് ഈ ഒരു റേഞ്ച് വരെ നമുക്ക് നമ്മളെ ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ, അതായത് ലിക്വിഡിറ്റി, അതുപോലെ തന്നെ ലിക്വിഡിറ്റി ബേസ് ചെയ്തുകൊണ്ടുള്ള ഈ ഒരു എൻട്രി മെത്തേഡ്, അതുപോലെ തന്നെ മാർക്കറ്റിനെ റീഡ് ചെയ്യേണ്ട ഒരു രീതി. അപ്പം ഇങ്ങനെ ഈ ഒരു രീതി നിങ്ങളിവിടെ കാണുന്ന ഈ ഒരു കാര്യം ഉണ്ടല്ലേ, മാർക്കറ്റ് ഇവിടെ നിന്നൊരു ലിക്വിഡിറ്റി എടുത്തു. ദെൻ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെയാണ് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കാര്യം FEG വിസിസ് ഓർഡർ ബ്ലോക്ക്, ഈ ഒരു ക്ലാസ് നിങ്ങൾ കാണുക. SMC ലേണിംഗ് സീരീസിൽ നമ്മൾ പ്ലേലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ദെൻ മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലോട്ട് പോയി. നമുക്ക് ഇവിടെയും കാണാം ഈക്വൽ ലോ കാണാം. ബട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട്. ദെൻ മാർക്കറ്റ് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്തു. നമുക്ക് ഈ ഒരു കീ ലെവൽ കാണാം. ദെൻ മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലോട്ട് കയറി മാർക്കറ്റ് ഈ ഒരു ഡിമാൻഡ് ഏരിയ എന്തുകൊണ്ട് ഡിമാൻഡ് ഏരിയ ആയി എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് കയറി ഈ ഒരു ഡിമാൻഡ് ഏരിയ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തു. അതിനപ്പുറം ഇതൊരു ഡിമാൻഡ് സോണായി മാറി. ഓക്കെ, ഇതൊരു ഡിമാൻഡ് സോണായി മാറുമ്പോൾ എന്താ സംഭവിച്ചത്? ഇവിടെ ഒരു ഈക്വൽ ലോ നമുക്ക് കാണാം. ഈ രീതി മാർക്കറ്റിനെ റീഡ് ചെയ്യാം. മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇവിടെ ഒരു ലിക്വിഡിറ്റി കാണാൻ പറ്റും. ഈ ഒരു ലിക്വിഡിറ്റിയെ മാർക്കറ്റ് ഇവിടെ നിന്ന് ഗ്രാബ് ചെയ്തേക്കുന്നതും കാണാൻ പറ്റും. അങ്ങനെ ഗ്രാബ് ചെയ്തു മാർക്കറ്റ് ഈ ഒരു മേജർ ലെവൽ ഓഫ് സ്ട്രക്ചറിനെ മാർക്കറ്റ് ടാപ്പ് ചെയ്തു മാർക്കറ്റ് മുകളിലോട്ട് പോയി. അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾ മാർക്കറ്റിനെ വാച്ച് ചെയ്തുകൊണ്ട് എൻട്രി പുഷ് ചെയ്താൽ അത്രത്തോളം ബെറ്റർ ആയിരിക്കും. എൻട്രിക്ക് അത്രത്തോളം
പെർഫെക്ഷനും കിട്ടും. ഓക്കെ, അപ്പം ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതുപോലത്തുള്ള നല്ല ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു.